എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ ലോഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു ട്രാവൽ ലോഗാണ് ചെയ്യുന്നത്. പാലക്കാട് ബസ് വന്നിറങ്ങിയപ്പോൾ പാലക്കാട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ എക്സിബിഷനിൽ കയറി ഒരു മറൈൻ എക്സിബിഷനായിരുന്നു. നമ്മൾ കടലിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക, ആ സംഭവങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കടലിൻ്റെ അടിയിൽ കൂടെ നടക്കുകയാണെന്ന് വിചാരിക്കും. അതുപോലത്തെ അലങ്കാര മത്സ്യങ്ങളും കടലിൻ്റെ ഉള്ളിലുള്ള വലിയ നരഭോജി മത്സ്യങ്ങൾ, പിരാന എന്ന് പറഞ്ഞിട്ടുള്ള മീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിരാനയുടെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരെ കൊല്ലുന്ന നരഭോജികളായ മത്സ്യങ്ങൾ മുതൽ പിന്നെ നമ്മൾ അലങ്കാര മത്സ്യങ്ങൾ വരെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. ശരിക്കും വീണ്ടും വീണ്ടും കാണാനൊക്കെ ആയിട്ട് തോന്നും. എന്തായാലും നല്ലൊരു കാഴ്ചയുടെ ഒരു വിസ്മയം തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റി. പിന്നെ അതുപോലെ തന്നെ ശരിക്കും നമ്മൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ കടലിൻ്റെ അടിയിലേക്കൊന്നും പോകാനൊക്കെ ആയിട്ടുള്ള അവസരം നമുക്ക് കിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് ഇതുപോലത്തെ ഒരു മറൈൻ എക്സിബിഷനൊക്കെ കാണുകയാണെങ്കിൽ അതൊരു അനുഭവം തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു, മത്സ്യകന്യകയൊക്കെ കണ്ടു. ശരിക്കും നല്ലൊരു സ്കൂബ ഡൈവിംഗ് ഒക്കെ ആയിരുന്നു അവരുടെ. മത്സ്യകന്യകയിൽ വിഷു ആയതുകൊണ്ട് അതിൻ്റെ ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. നല്ലൊരു വർണ്ണവിസ്മയം തീർത്തൊരു ചെറിയൊരു വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ മൃഗങ്ങളുടെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ്സും മ്യൂസിക്കും എല്ലാം നല്ല അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല അടിപൊളി ഒരു കാട്ടിലൊക്കെ പോയാൽ എങ്ങനെയാണ് അങ്ങനെ ഒരു ഫീല് നമുക്ക് കിട്ടും. നല്ല മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സിബിഷൻ. അങ്ങനെ കാട്ടിലെ കാഴ്ചകളും കൂടിയും കണ്ട് ഒരു എക്സിബിഷനിൽ പിന്നെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷേ സ്റ്റാളിൻ്റെ ഒന്നും ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ അങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു, എടുക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ നേരിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല അടിപൊളി പടം ആവേശം ഫഹദ് ഫാസിലിനെ കണ്ട്